എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖ ബിസിനസ് ലീഡേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ് കോൺക്ലേവ് നടത്തുകയുണ്ടായി. അതിൽ ഒരു പാനൽ ഡിസ്കഷനിൽ ഒരു ജേർണലിസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആ പാനലിനോട് ചോദിക്കേണ്ട ചോദ്യം ഇതായിരുന്നു: നിങ്ങളെല്ലാവരും നിങ്ങളുടെ റെസ്പെക്റ്റീവ് ഡൊമൈനിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് പ്ലേയേഴ്സാണ്, ഒരുപാട് വെൽത്ത് അക്വയർ ചെയ്തു, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്, ഇനി നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് എടുത്തുകൂടെ എന്നായിരുന്നു ആ ബിസിനസ് ഹെഡ്സിനോട് ചോദിച്ച ചോദ്യം. ഇതിന് പറഞ്ഞ ഉത്തരം കേട്ടിട്ട് സദസ്സിലുള്ള എല്ലാവരും കൈയടിച്ചു. അവർ പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു: നമ്മൾ ബിസിനസ് ലീഡേഴ്സ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് ആളുകൾ നോക്കുന്നത് പോലെയല്ല ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് മാറി മാറി വരുന്ന പല ബിസിനസ് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരെ വിശ്വസിക്കുന്ന ബിസിനസ് പാർട്ട്നേഴ്സിനും വെൻഡേഴ്സിൻ്റെയും എല്ലാ ബിസിനസ് ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്ത് ഓരോ ദിവസവും ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അലങ്കാരം മാത്രമല്ല, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അതായത് ഡേ ഇൻ ഡേ ഔട്ട് അവർക്ക് ഈ ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. സമ്പത്തും വെൽത്തും എല്ലാം ഒരു ഇൻസിഡൻ്റലായിട്ട് വരുന്നൊരു ഭാഗമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്ക് പറയുന്നത്? ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്ന് പറയുന്നത് ഹോക്കിയാണ്. പക്ഷേ ഏറ്റവും അധികം പോപ്പുലാരിറ്റി ഉള്ളൊരു ഗെയിമാണ് ക്രിക്കറ്റ്. നമ്മളിപ്പോൾ ക്രിക്കറ്റ് സീസണിലുള്ളത് IPL അല്ലേ? എല്ലാവരും IPL കാണുന്നതാണ്. ഏറ്റവും അധികം ഈ സീസണിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് മുംബൈ ഇന്ത്യൻസും ഹാർദിക് പാണ്ഡ്യയുടെ ലീഡർഷിപ്പുമാണ് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് ടീമിനെ കുറിച്ച് ഇത്രയും അധികം ഡിസ്കഷൻ വരുന്നത്? ഹാർദിക് പാണ്ഡ്യയുടെ ലീഡർഷിപ്പ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഹാർദിക് പാണ്ഡ്യ ബോംബെ ടീമിലെ ഒരു ടീം മെമ്പർ ആയിരുന്നു. പുള്ളി ഗുജറാത്ത് ടൈറ്റൻസിൽ പോയി അവിടെ ക്യാപ്റ്റനായി, അവിടെ IPL ട്രോഫി വിൻ ചെയ്തു. തിരിച്ചു പിന്നെയും മുംബൈയിൽ ക്യാപ്റ്റനായിട്ട് വന്നു. ഒരു ടീമിൽ പ്ലെയറായി നിൽക്കെ തന്നെ ആ ടീമിലെ ആദ്യത്തെ കൊളീഗ്സായ ആളുകളുടെ മുമ്പിൽ പുള്ളി ഒരു ക്യാപ്റ്റനായിട്ട് വരികയാണ്. അദ്ദേഹം ആദ്യം എടുത്ത ഒരുപാട് തീരുമാനങ്ങളെല്ലാം ബാക്ക് ഫയർ ചെയ്തു, തിരിച്ചു അദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയിട്ട് വന്നു. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ആദ്യം റോബിൻ ശർമ്മയെ 30 യാർഡ് സർക്കിളിൽ നിന്ന് മാറ്റി ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യിപ്പിച്ചു. ജസ്പ്രീത് ബുംറ എപ്പോഴും ഓപ്പണിംഗ് ബോൾ ചെയ്യുന്ന ആളെ ഫസ്റ്റ് ബോൾ ചെയ്യാൻ കൊടുത്തില്ല മാച്ചിൽ. ടീം മെമ്പേഴ്സിനെ ആരെയും കോൺഫിഡൻസിൽ എടുത്തില്ല. എല്ലാവർക്കും ഹാർദിക് പാണ്ഡ്യയുടെ ബോഡി ലാംഗ്വേജിൽ കടുത്ത പ്രതിഷേധമുണ്ട്. അപ്പോൾ ഇത് കൺവേ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ലീഡർഷിപ്പ് ലെസണിനെ കുറിച്ചാണ് നമ്മളൊരു വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പദവിയോ ടൈറ്റിലോ അല്ല. ആദ്യം ഒരു ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും ഒരുമിച്ചൊരു കോമൺ ഗോളിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ലീഡർ. പിന്നെ ടീം മെമ്പേഴ്സിനെ ഓരോ മെമ്പേഴ്സിനെയും മനസ്സിലാക്കി അവർ അർഹിക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കുക. ടീമിന് ഒരു സ്ട്രാറ്റജിക് തിങ്കിങ്, എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുക, അവരുടെ നീഡ്സും മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുക. ഓവറോൾ പിന്നെ ഒരു ലീഡർഷിപ്പ് ട്രെയ്റ്റും നമ്മൾ അവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കണം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പദവി മാത്രമല്ല, അതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കൂടിയുണ്ട്. അവിടെയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതായിട്ട് എല്ലാവരും വിലയിരുത്തുന്നത്. ലീഡർഷിപ്പിൽ പിന്നെ പ്രധാന കാര്യം നമ്മൾ സക്സസ് എല്ലാം സസ്റ്റെയിൻ ചെയ്യണം. പണ്ട് ജാക്ക് മാ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: ആദ്യ വിജയം നേടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം അടുത്ത വിജയത്തിന്. അല്ലെങ്കിൽ ആദ്യ വിജയം ഒരു ഫ്ലൂക്കാണ്, ഒരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചെന്ന് ആളുകൾ പറയും അല്ലേ? അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് ഇസ് നോട്ട് ആൻ ആക്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, ഇറ്റ്സ് producing extraordinary result from normal people. Thank you very much for watching this video.